മലയാള സിനിമയിൽ നമ്മൾ ലാലേട്ടനെ ദി കംപ്ലീറ്റ് ആക്ടർ എന്നും മമ്മൂക്കയെ മെഗാസ്റ്റാറും എന്നൊക്കെ വിളിക്കുന്ന പോലെ തന്നെ നടിമാരിൽ ദി കംപ്ലീറ്റ് ആക്ട്രസ് അല്ലെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നിസ്സംശയം വിളിക്കാവുന്ന നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ ഉർവശി ചേച്ചിയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. മലയാളത്തിലും കൂടാതെ തമിഴ്, ഹിന്ദി എന്നിങ്ങനെ നിരവധി ഭാഷകളിൽ നിരവധി ഹിറ്റ് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ കവിത രഞ്ജിനി എന്ന ഉർവശി ജനിച്ചത് 1969 ജനുവരി 25 നാടക നടനായ ചാവറ വി.പി. നായരുടെയും ഭാര്യ വിജയലക്ഷ്മിയുടെയും മൂന്നാമത്തെ മകളായിട്ടാണ്. സഹോദരിമാരായ കലാരഞ്ജിനിയെയും മൺമറഞ്ഞു പോയ കൽപ്പന ചേച്ചിയെയും കൂടാതെ കമൽ റോയ്, പ്രിൻസ് എന്നിങ്ങനെ 2 സഹോദരങ്ങൾ കൂടിയുണ്ട് അവർക്ക്. അവരും ചുരുക്കം ചില സിനിമകളിൽ മുഖം കാണിച്ചിട്ടുമുണ്ട്. കലാരംഗത്ത് ഇത്രയേറെ സജീവമായ കുടുംബത്തിൽ ജനിച്ചതിനാൽ തന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ ആ മേഖലയിലേക്ക് കാൽവെക്കുകയായിരുന്നു ഉർവശി. ഉർവശി തൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നത് അവരുടെ 10ാമത്തെ വയസ്സിലാണ്. 1979 പുറത്തിറങ്ങിയ കതിർമണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായിട്ടാണ് അവരുടെ അരങ്ങേറ്റം. കൂടാതെ നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ച ഉർവശി തൻ്റെ 13ാമത്തെ വയസ്സിലാണ് ആദ്യമായി നായിക വേഷത്തിലെത്തുന്നത്. 1983 കാർത്തികിൻ്റെ നായികയായിട്ടാണ് തുടക്കം. പക്ഷേ 1983 കെ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത മുന്താണെ മുടിച്ച് എന്ന ചിത്രമായിരുന്നു ആദ്യമായി നായികയായി റിലീസ് ചെയ്ത ചിത്രം. ആ ചിത്രം വൻ വിജയമായതുകൊണ്ട് തന്നെ ഉർവശി തമിഴിലും തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മലയാളത്തിൽ ആദ്യമായി നായികയായി എത്തുന്നത് 1984 മമ്മൂട്ടി ചിത്രമായ എതിർപ്പുകൾ എന്ന സിനിമയിലൂടെയാണ്. പിന്നീട് ഒട്ടനവധി സിനിമകളുടെ ഭാഗമായ അവർ 1985-95 കാലഘട്ടത്തിലെ ഏറ്റവും തിരക്കേറിയ നടിയായി മാറി. അതിൽ ഭൂരിഭാഗവും വൻ ഹിറ്റുകളുമായിരുന്നു. ഇക്കാലയളവിൽ മലയാളത്തിൽ മാത്രം 500ഓളം സിനിമകളിൽ ഒട്ടുമിക്ക നായകന്മാരുടെയും ജോഡിയായ അവർ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം തന്നെ തൻ്റെ കഴിവ് തെളിയിച്ചിരുന്നു. ഉർവശി അഭിനയിച്ചിട്ടുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ തന്നെ എണ്ണിയാൽ തീരാത്ത അത്രത്തോളം ഉണ്ടാവും. സുഖമോ ദേവി, അബ്കാരി, തലയണ മന്ത്രം, മഴവിൽ കാവടി, ഭരതം, യോദ്ധ, വെങ്കലം, മിഥുനം, സ്ഫടികം, അച്ചുവിൻ്റെ അമ്മ, ന്യൂഡൽഹി എന്നിങ്ങനെ നീണ്ടൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാകും. കൂടാതെ ഉത്സവമേളം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നീ സിനിമകൾക്ക് കഥ എഴുതിയിട്ടുമുണ്ട് ഉർവശി. ഉർവശിയുടെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ 2000 പ്രശസ്ത നടൻ മനോജ് കെ ജയനുമായിട്ടായിരുന്നു ഉർവശിയുടെ ആദ്യ വിവാഹം. ഇവരുടെ പ്രണയവിവാഹമായിരുന്നെങ്കിലും 2008 വിവാഹമോചിതരാവുകയാണ് ഉണ്ടായത്. ഇവർക്ക് തേജലക്ഷ്മി എന്നൊരു മകളുമുണ്ട്. ശേഷം 2013 ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ശിവപ്രസാദ് എന്നൊരു ബിൽഡറുമായിട്ടാണ് ഉർവശിയുടെ 2ാം വിവാഹം. ഇതിൽ ഇഷാൻ എന്നൊരു മകനുമുണ്ട്. ആദ്യ വിവാഹത്തിന് ശേഷം ഏകദേശം 6 വർഷത്തെ ബ്രേക്ക് എടുത്ത ഉർവശി 2005 അച്ചുവിൻ്റെ അമ്മ എന്ന സത്യൻ അന്തിക്കാട് സിനിമയിലൂടെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. ആ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡും അവരെ തേടിയെത്തിക്കൊണ്ടായി. കൂടാതെ 2023 പുറത്തിറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിന് രാജ്യം ഒരിക്കൽ കൂടി അവരെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നൽകി ആദരിച്ചു. ദേശീയ അവാർഡുകൾ കൂടാതെ 1989 മഴവിൽ കാവടിക്കും, വർത്തമാനകാലത്തിനും, 90 തലയണ മന്ത്രത്തിനും, 91 ഭരതം, മുഖചിത്രം, കാക്കത്തൊള്ളായിരം, കടിഞ്ഞൂൽ കല്യാണം, 95 കഴകം, 2006 മധുചന്ദ്രലേഖ, 2023 ഉള്ളൊഴുക്ക് എന്നീ ചിത്രങ്ങളിലെ അഭിനയ മികവിന് കേരള സംസ്ഥാന അവാർഡുകളും അവർ കരസ്ഥമാക്കിയുണ്ടായി. കൂടാതെ 1994 പുറത്തിറങ്ങിയ മകളിർ മട്ടും എന്ന സിനിമക്കും 95 നിരവധി സിനിമകളിലെ മികച്ച അഭിനയങ്ങളും കണക്കിലെടുത്ത് തമിഴ്നാട് സർക്കാരും മികച്ച നടിക്കുള്ള അവാർഡുകൾ നൽകി അവരെ ആദരിച്ചിരുന്നു. ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും കൂടാതെ ഫിലിംഫെയർ അവാർഡ്, കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, വനിത, ഏഷ്യാനെറ്റ്, അമൃത ഫിലിം അവാർഡുകൾ എന്നിങ്ങനെ ഒട്ടനവധി അവാർഡുകളും നിരവധി തവണകളായി അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 40 വർഷത്തിലേറെ നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ 700-ലധികം സിനിമകൾ ചെയ്ത ഉർവശി ഇന്നും പ്രേക്ഷകരുടെ മനസ്സുകളിൽ അവരുടെ എല്ലാം ലേഡി സൂപ്പർ സ്റ്റാറായി ഇന്നും നിലനിൽക്കുന്നു. യോദ്ധയിലെ ദമയന്തിയും തലയണ മന്ത്രത്തിലെ കാഞ്ചനയും അതുപോലെ തന്നെ അച്ചുവിൻ്റെ അമ്മയിലെ വനജയും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോമഡി രംഗങ്ങളിലെ ടൈമിംഗ് കൊണ്ടും സെന്റിമെന്റൽ സീനുകളിലെ പെർഫെക്ഷൻ കൊണ്ടും നമ്മയെല്ലാം വിസ്മയിപ്പിച്ച നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ ഉർവശി ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കട്ടെ. മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.